ദാസേട്ടൻ ഈ നമ്മൾ റീലുകളിലും അല്ലെങ്കിൽ ഷോർട്ടുകളിലൊക്കെ റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. റിയൽ ലൈഫിൽ എങ്ങനെയാണ്? റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് തന്നെയാ. ആണോ? പിന്നെ സത്യസന്ധമായിട്ട് പറയണ വൈഫ് 100% ഞാൻ റൊമാൻറ്റിക് ആണ്. വീട്ടിലല്ല ഞങ്ങള് ഭയങ്കര ഫണ്ണി. വൈഫിനെ സ്നേഹം കൂടുമ്പോ ഇച്ചിരി കൂടുതൽ കൂടുമ്പോ എന്താ വിളിക്കുന്നത്? മോളെന്നാ വിളിക്കുക. ഞങ്ങളെ ഈ മലബാർ മേഖലയില് മോളെന്ന് അധികം വിളിക്കുക. ഇത് ഈ തെക്ക് ഭാഗത്തേക്ക് കുറവാട്ടോ. തെക്ക് ഭാഗത്ത് അങ്ങനെ കുറവാന്ന് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മളെ ഏജിന്റെ താഴെയുള്ള ആൾക്കാർ ആരാണെങ്കിലും ഞങ്ങൾ മോളെന്ന് അഭിസംബോധന. മോളെ സുഖാണോ? മോളോ? അങ്ങനെ ആൾക്കാർ ചോദിക്കാം. പക്ഷെ നമ്മൾ അഭിസംബോധന അങ്ങനെയാണ്, സ്നേഹം കൊണ്ട് നമ്മൾ വിളിക്കുന്നത്. വൈഫ് പറയാറുണ്ടോ നിങ്ങൾ ആ റീലിൽ എന്തൊരു അങ്ങനെ എന്റെ കൈ പിടിച്ച അങ്ങനെ വട്ടം ചുറ്റ് എന്നെ എടുത്ത് പൊക്ക് ചാരി നിക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടോ വീട്ടിൽ? ഇപ്പൊ ദാസേട്ടന്റെ ഫാമിലി ലൈഫ് പലർക്കും അറിയണം എന്നില്ല. എങ്ങനെയാണ് ദാസേട്ടൻ ഈ റീലിലും ഷോർട്ടിലും ഫിലിമിലും കാണുന്ന ദാസേട്ടനെ അറിയാം. അപ്പൊ എങ്ങനെ വീട്ടില് റൊമാൻറ്റിക് ആണോ, വൈഫിന്റെ അടുത്ത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിക്കാം. റൊമാൻറ്റിക് തന്നെയാ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 പിള്ളേരൊക്കെ അല്ലേ, റൊമാൻറ്റിക് ആവുമ്പോൾ കുറച്ച് ഇവരൊക്കെ മാറ്റി നിർത്തണ്ടേ? മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. വീട്ടിൽ എങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണോ അതോ ഫ്രണ്ട്ലി ആണോ? ഒരിക്കലും ഫ്രണ്ട്ലി ആണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാലല്ലേ പൊന്നൂസല്ലേ. പണ്ട് പറയുമ്പം ദാ ഇവിടെ വാ ഇവിടെ ഇരിക്കി. ആ കാലം കഴിഞ്ഞു. മോനെ ഇങ്ങോട്ട് വേണം, എന്നാലേ വരുള്ളൂ. മോനെ മൂത്ത വേണം, മോനെ എങ്ങനെയാ അച്ഛ, ആ രീതിയിൽ ഇപ്പൊ നടക്കുള്ളൂ.